എൻ്റെ മനസ്സിലിപ്പോൾ എന്താ നടക്കുന്നതെന്ന് പോലും എനിക്ക് എന്നെ ശരിക്കും അറിയാൻ വയ്യ. പുസ്തകം എഴുതിയതോ അവാർഡ് കിട്ടിയതോ ഒന്നുമല്ല കാര്യം. നിങ്ങളിൽ കുറേ പേരെങ്കിലും എന്നെ തെറ്റിദ്ധരിച്ചിരുന്നല്ലോ. ആ തെറ്റിദ്ധാരണ മാറിയെന്നറിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അത് ചെറുതൊന്നുമല്ല. ഈ കഴിഞ്ഞ 9 വർഷം ഞാനൊരു നഗരത്തിലായിരുന്നു, ജനത്തിരക്കുള്ളൊരു നഗരം. അവിടെ പരസ്പരം ഒന്ന് കൈ ഉയർത്തി കാണിക്കാനോ നമ്മൾ പരസ്പരം ചോദിക്കുന്നത് പോലെ എന്തുണ്ട് ശേഖരേട്ട, എന്തുണ്ട് മാധവേട്ട എന്നുള്ള ചോദ്യമൊന്നും ഞാൻ കേട്ടിട്ടില്ല. ആളുകള് ഓടി തീർക്കുകയാണ്. അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗ്രാമത്തിന്റെ ഭംഗിയും നന്മയും നമ്മളൊക്കെ തമ്മിലുള്ള കൂട്ടായ്മയെക്കുറിച്ചൊക്കെ ഓർമ്മ വരുന്നത്. അത് വല്ലാത്തൊരു വിങ്ങല. എന്റെയും വേണുവിൻ്റെയൊക്കെ കൂട്ടുകാർ ഒരുപാട് പേര് വിദേശത്തൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഈ നാട്ടിൽ നിൽക്കേണ്ടടാ, എവിടെയെങ്കിലും പോയി നന്നായിക്കോ എന്നൊക്കെ പറയും. അന്ന് ഞങ്ങൾ അവരോടൊക്കെ ഒരുപാട് തർക്കിച്ചിട്ടുണ്ട്, അല്ലടാ? ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കുഴിച്ചെടുത്തു, അന്ന് നിങ്ങൾ വന്ന് കണ്ടോളണമെന്നൊക്കെ വെല്ലുവിളിയോടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിധിയ, ഒളിച്ചോടേണ്ടി വന്നു ഈ നാട്ടിൽ നിന്ന്. ഹരിയെ വേദനിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ മുഖം മുഷിയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നടന്നു പോകുമ്പോൾ എതിരെ വരുന്ന ഒരാളൊന്ന് തല കുനിച്ചാൽ പോലും എനിക്ക് താങ്ങാൻ പറ്റില്ല. കാരണം ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അമ്മയായിട്ടും അച്ഛനായിട്ടും സഹോദരനായിട്ടും സഹോദരിയായിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോ നിങ്ങൾക്ക് മുന്നിൽ ഞാനൊരു തെറ്റുകാരനാവുമെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലല്ലല്ലോ, എൻ്റെ വീട്ടിൽ തന്നെയല്ലേ? ആ പോട്ടെ, എല്ലാവരും എല്ലാം മറന്നല്ലോ. ഈ വായനശാല ഞാൻ ആദ്യമായിട്ട് പുസ്തകം എടുക്കാൻ വന്ന സ്ഥലം. ഇതിനകത്ത് വെച്ചാൽ ഞാൻ വലിയ വലിയ ആൾക്കാരെ കുറിച്ച് വായിക്കുന്നതും അറിയുന്നതുമൊക്കെ. ഇപ്പോ ജോയ് എന്നൊരു കാഴ്ച കാണിച്ചു. ഈ വായനശാലയുടെ ആദ്യത്തെ പുസ്തകമായിട്ട് മധുര നമ്പരക്കാറ്റ് വച്ചിരിക്കുന്നത്. ഞാൻ അത്രയ്ക്ക് പുണ്യം ചെയ്തിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അതിലെനിക്ക് അഭിമാനമുണ്ട്.